ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അമ്മ പോയിട്ടില്ല, അമ്മ ഞാൻ വിട്ടിട്ടില്ല, പിടിച്ച് നിർത്തിയേക്കുവാണ്. അപ്പോൾ നമ്മൾ ബലൂണും സംഭവങ്ങളെല്ലാം എടുത്തൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നല്ല മൊരിച്ച് കുറച്ച് നൈസായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിൽക്കുന്ന അതിഷ്ടം, എനിക്കും അങ്ങനത്തെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കി. പാവം അമ്മതി എല്ലാ തുണികളും എടുത്തിട്ട് അലക്കുകയാണ്. ഒരുപാടുണ്ടായിരുന്നു. നിക്കും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇരട്ടി പണിയാണ് കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ അമ്മ അതെല്ലാം ചെയ്തിട്ട് അമ്മ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ നിക്കുതേ ഇവിടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗ്ലാസ്സുകളൊക്കെ വെച്ച് ഭയങ്കര ബഹളമാണ്. അവിടെ ബാക്കിലോട്ട് ഇന്നലെ കാണാവുള്ളൂ. കണ്ട ആദ്യം ഗുഡ് ഗേൾ. അതിന് ഫുള്ള് ഇങ്ങനെ കൂടി പോകണം. മരുന്ന് കുടിപ്പിക്കുന്ന ട്രിക്കും ടിപ്സും ഒക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭദ്ര പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ ആ ഡ്രസ്സും എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ആൾ നല്ല ഡ്രസ്സുണ്ട്, അതിട്ടിട്ട് നടന്നപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. അപ്പം മേളിൽ അടുത്തേ നമ്മളുടെ ടെറസിൽ ഒരു പൂച്ച അതിൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ മൊത്തം അവിടെ അലമ്പാക്കിയിടും കേട്ടോ, മൊത്തം ചീത്തയാക്കി ഇടും. അപ്പോൾ ഒരു പേടിയില്ലാതെ, തള്ളപ്പൂച്ചയ്ക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കണ്ടതിൻ്റെ ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് ദേ ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ഈ മൂലയ്ക്ക് കയറി 3 പേരാണ് കേട്ടോ ഉള്ളത്. ചെറിയൊരു പേടിയോടെ ഒളിച്ച് നിൽപ്പുണ്ട്. പക്ഷേ തള്ളപ്പൂച്ചയ്ക്ക് വലിയ മൈൻഡൊന്നുമില്ലോ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കണം കേട്ടോ. ഞാൻ നിക്കൂൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പിറന്നാളിനിടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ അമ്മമ്മയുടെ പ്ലേറ്റിൽ ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് നിക്കുതേ അടി ഉണ്ടാക്കി അമ്മമ്മ പ്ലേറ്റിലൊക്കെ ചോറൊക്കെ എടുത്ത് കൊടുത്ത് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വെച്ച് കളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒറ്റയ്ക്കെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതി നമ്മളങ്ങനെ വിട്ടേക്കുവാണ്. പക്ഷേ ഒരു കാര്യമില്ല, അവളെ വയറ്റിനകത്തൊന്നും പോകത്തില്ല. വെറുതെ 1 2 ഒക്കെ ഇങ്ങനെ നുള്ളിപ്പറക്കിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോഴത്തേനും ചേച്ചിയുടെ ഇവിടെ പിറന്നാളാണ് കേട്ടോ. എനിക്കൂടെ മാമിയുടെ പിറന്നാളാണ്, ബർത്ത് ഡേറ്റ് വരുന്ന ദിവസം. അപ്പോൾ അമ്മ ഒരു പായസം വെക്കുവാണ്. ഈ വീഡിയോ എടുക്കുന്നത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്മ പായസത്തിന് ലാസ്റ്റ് പായസം എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി നിൽക്കുന്നത്. നമ്മുടെ പരിപ്പ് പായസമാണ് കേട്ടോ, കടലപ്പരിപ്പ് പായസം അല്ല പയറുപരിപ്പ് പായസം, സോറി. അപ്പം അപ്പോൾ അമ്മ അതിന് നമ്മുടെ നെയ്യിലും മറ്റ് സംഭവങ്ങളൊക്കെ വഴറ്റി ലാസ്റ്റ് ഇട്ടപ്പോഴാണ് ഞാൻ ചെന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് ലാസ്റ്റ് സംഭവം കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിൽക്കുന്ന ഇഷ്ടമാണ് കേട്ടോ പായസം, എല്ലാ പായസവും കുടിക്കും, ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പക്ഷേ നേരെ തിരിച്ച് ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ല, പണ്ട് മുതൽക്കേ അങ്ങനെ തന്നെ ഇഷ്ടമല്ല. അരിപ്പായസം മാത്രം കുടിക്കും കേട്ടോ. അരിയിൽ ഉണ്ടാക്കുന്ന പായസം, വേറെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് നിക്കുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് നിക്കുവിൻ്റെ ഫ്രണ്ട് മാധവ് താഴെ വീട്ടിലുള്ളതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന ആണ്. അപ്പോൾ അമ്മയും മാധവിൻ്റെ കുഞ്ഞാവയും അമ്മുമ്മയൊക്കെ ആയിട്ട് നിക്കുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുവന്നു കേട്ടോ. എന്താ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് കൊണ്ടുവന്ന്. നമ്മൾ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പക്ഷെ അവർ ബർത്ത്ഡേ ഗിഫ്റ്റ് ഡ്രസ്സും ഒരു കുട്ടി ബോയൊക്കെ ആയിട്ട് കൊണ്ടുവന്നു കേട്ടോ. ഹായ് നോക്കട്ടെ, ഹായ് നോക്കട്ടെ. പിന്നെ ഈ ഒരു വണ്ടിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സും ഈ വണ്ടിയും ആ കുട്ടി ബോയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവർക്ക് പിന്നെ അമ്മ വന്ന ഗസ്റ്റുകൾക്ക് എന്തായാലും പായസം ഉണ്ടാക്കിയില്ലേ, ചേച്ചിയുടെ ബർത്ത്ഡേ വാങ്ങിച്ച് അത് കൊടുത്തു കേട്ടോ. അപ്പോൾ നിക്കുവിൻ്റെ പിറന്നാൾ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ ആളെയും കൂടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. നിക്കുതേ അവിടെ കൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എന്നാലും ഞാൻ അധിക സമയം ഇരിക്കത്തില്ല കേട്ടോ, അവൾ ഒറ്റയ്ക്കാണെങ്കിൽ അധിക സമയം അങ്ങനെ ഇരിക്കത്തില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ടൈമൊക്കെ ചെയ്തു. നെക്സ്റ്റ് ഇത് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങി ഞാനും ചേട്ടനും നിൽക്കും കൂടെ രാമേന്ദ്രയിലൊക്കെ കയറി കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു കേട്ടോ. ശനിയാഴ്ച ദിവസമാണ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ ആൾക്കാർ വരുന്ന തിരക്ക്, അവിടെ ഒന്ന് നടക്കാൻ പോലും വരുന്നില്ല. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് ഹിപ്പ് ഹോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്തൊക്കെ ഉള്ള ഒരു മെൻസിൻ്റെ വെയറാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇടയ്ക്ക് ഡ്രസ്സ് ഒക്കെ ഇവിടെ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ചേട്ടനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നാളെ ഒരു ഫാമിലിയിലെ ഒരു മാരേജ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഷർട്ടോ ടീഷർട്ടോ എന്തെങ്കിലും നോക്കാൻ കരുതി. ചേട്ടൻ ഇല്ലാത്ത ഒരു കളർ ഇപ്പോൾ കണ്ട ആ പിങ്ക് ആണ് കേട്ടോ ലാസ്റ്റ് എടുത്തത്. ചേട്ടൻ ഇല്ലാത്ത കളറായതുകൊണ്ടാണ് അതെടുത്തത്. എന്നിട്ട് കുറേയൊക്കെ നോക്കി വേറെ ഏതെങ്കിലുമൊക്കെ
ഉണ്ടാവുമെന്നൊക്കെ നോക്കി ടീഷർട്ടും ഒക്കെ നോക്കി ഒന്നും ചേട്ടൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്നില്ല. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഇത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം വന്ന കളക്ഷൻ വീണ്ടും അവർ റീസ്റ്റോക്ക് ചെയ്യത്തില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ആ മോഡൽ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കണ്ടിട്ടില്ല. ചേട്ടൻ ഒരു ടീഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടുന്ന്, ഒരു നെക്ക് കോളർ എന്തോ ഹൈ നെക്കുള്ള ഒരു ടീഷർട്ട്. പക്ഷേ അത് സെയിം ഇതുവരെയ്ക്കും അവർ റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല. അതാണ് തപ്പി പോകുന്നത് കേട്ടോ. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ സൺഡേ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ട് മാരേജിന് പോവാണ് കേട്ടോ. ഉഴമലക്കൽ അങ്ങനെ എങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര് എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടിപൊളി സെറ്റായി എല്ലാവരും പൂവൊക്കെ വെച്ച് അങ്ങനെ പോവാണ്. എൻ്റെ സൗണ്ടൊക്കെ നല്ല മാറ്റം ഉണ്ടായിരിക്കും, പനിയാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഈ മാരേജിന് പോയ അന്ന് തന്നെ എനിക്ക് തൊണ്ടയും വേദനയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടനും വന്നു, രണ്ടുപേർക്കും നല്ല പനിയാണിപ്പോൾ. അപ്പോൾ ശരിക്കും ഞാനൊരു മാരേജിന് പോയിട്ട് ഒരുപാട് കാലമായി കേട്ടോ. മാരേജ് അതായത് താലികെട്ടിന് പോയിട്ട്, അല്ലാതെ മാരേജ് ഈവനിങ്ങിനൊക്കെ പോയിട്ടുണ്ട് ഇടയ്ക്ക്. പക്ഷേ താലികെട്ടിന് പോയത് ഒരുപാട് സമയം. നിക്കുൻ്റെ ഫസ്റ്റ് ടൈം ഉള്ള താലികെട്ടിൻ്റെ മാരേജാണ് കേട്ടോ. എന്ന് വെച്ചാൽ താലികെട്ട് അവൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്, അതായത് സദ്യയൊക്കെ ഉണ്ണാൻ പോകുന്നത്, കല്യാണ സദ്യയൊക്കെ ഉണ്ണാൻ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ദേ ആരും സഹകരിക്കുന്നില്ല ഗൈസ്, ഞാൻ മാത്രം ഒറ്റയ്ക്കിരുന്ന വീഡിയോ എടുക്കുന്നു. ഒരു സെൽഫി എടുക്കാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആൾക്കാർ കാണുമെന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത്. എങ്ങനെ ഇരിക്കണം. അങ്ങനെ ദേ നമ്മുടെ മാരേജൊക്കെ അവിടെ പൊടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യായികയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നിക്കുവിൻ്റെ പിറന്നാളാണ് നാളെ, അതായത് നാളെ വരുന്ന ദിവസം. അതെല്ലാം കുളമായി കേട്ടോ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് പിന്നെ വരാം. ബൈ.